നമസ്കാരം. കൂടിക്കാഴ്ചയിൽ ഇന്ന് ചേരുന്നത് നെതർലാൻഡ്സിലെ ഇന്ത്യൻ എംബസിയിലെ അംബാസഡർ ഇൻചാർജായ മലയാളി കൂടിയായിട്ടുള്ള ശ്രീ ജിൻസ് മറ്റമാണ്. അദ്ദേഹം ഇവിടെ ഹാർലമമീർ മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഇന്ന് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട സമയാനുവദിച്ചതിന് വളരെ നന്ദി. അപ്പോൾ ഒരു മലയാളി എന്ന രീതിയിൽ ഇവിടെ ഓണാഘോഷത്തിന് എത്തിയതാണെന്നറിയാം. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? കഴിഞ്ഞ വർഷവും എനിക്ക് തോന്നുന്നു നെതർലാൻഡ്സ് ആദ്യത്തെ വർഷവും ഇവിടെ തന്നെ ആയിരുന്നു ഓണം, നമ്മൾ സംസാരിച്ചിരുന്നു. ഈ വർഷത്തെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഈ വർഷത്തെ ഓണവിശേഷം അനവധിയാണ്. ആദ്യമേ തന്നെ നെതർലാൻഡ്സിൽ നിന്ന് ഈ പരിപാടി കാണുന്ന എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. നെതർലാൻഡ്സിൽ ഓണം എന്ന് പറയുന്നത് ഒരു ദിവസത്തെയോ ഒരാഴ്ചയോടെ പരിപാടിയല്ല. ഓൾമോസ്റ്റ് ഒരു മാസവും അതിൽ കൂടുതലും നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം ഇവിടെ ഓൾറെഡി 2 സ്ഥലങ്ങളിൽ ഐൻഹോവൻ, ദ ഹേഗ് എന്ന് പറയുന്ന 2 സ്ഥലത്ത് ഓൾറെഡി ഓണപ്പരിപാടികൾ കഴിഞ്ഞു. ഇന്ന് ഇവിടെ ഹാർലമമീറിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ആംസ്റ്റൽഫേൻ എന്ന് പറയുന്ന ആംസ്റ്റർഡാമിനടുത്തുള്ള സ്ഥലത്തും ഇന്ന് തന്നെയാണ് പരിപാടികൾ. ഇനിയും എനിക്ക് തോന്നുന്നു ഉട്രെക്റ്റിലും വേറെ പല സ്ഥലങ്ങളിലും ക്രോണിങ്ങനിലോ പലയിടത്തും ഓണാഘോഷ പരിപാടികൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ഉത്സാഹത്തിലും ആഘോഷത്തിലുമാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഓണത്തിൻ്റെ പരിപാടികളായി, ഓണസദ്യയായി, പാട്ട്, നൃത്തം എല്ലാം വളരെ നല്ല രീതിയിലാണ് ആൾക്കാരെല്ലാവരും ആഘോഷിക്കുന്നത്. ഒട്ടും മിസ്സാകുന്നില്ല. ശരിക്കും ആ ഒരു ജോഷ് ഇവിടെ ഉണ്ടല്ലേ, കുട്ടികളാണെങ്കിലും വലിയ പരിപാടികളാണെങ്കിലും. അപ്പോൾ കഴിഞ്ഞ വർഷം മേയർ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. അതായത് ഹാർലമമീർ മേയർ പറഞ്ഞത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഡയസ്പോറയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഹാർലമമീർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ബെറ്റ് ഓഫ് ഡോപ്പ് അല്ലെങ്കിൽ ഈ നുവനാം ഈ റീജിയനിലെ ഇന്ത്യൻസിൻ്റെ ആ ഒരു ഗ്രോത്ത്, ഇന്ത്യൻ ഡയസ്പോറയുടെ ഗ്രോത്ത്. അപ്പോൾ എംബസിയുടെ ഭാഗത്തുനിന്ന് ഈ IT സെക്ടറിലൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടുള്ള ഇന്ത്യൻസിൻ്റെ വരവിനെ, അത് എംബസി എന്തൊക്കെ ഒരുക്കങ്ങളാണ് അതിനുവേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുക്കിയിട്ടുള്ളത്? കൂടുതൽ കൗൺസിലർ ഡെസ്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എംബസിയുടെ ഭാഗത്തു നിന്നുള്ളത്? തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്മ്യൂണിറ്റി നെതർലാൻഡ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഇത് സൂചിപ്പിച്ചതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ, പ്രൊഫഷണൽസ്, അവർ IT ആണെങ്കിലോ അല്ലെ ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ ബന്ധപ്പെട്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ ഫിൻടെക് ആയിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കൺസൾട്ടൻസ്, അങ്ങനെ പല രീതിയിൽ അക്കാഡമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, റിസർച്ച് പഠിപ്പിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പല തരത്തിലുള്ള മേഖലകളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ നമ്പർ കൂടുന്നുണ്ട്. അപ്പം പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെർ ക്യാപിറ്റ കോൺട്രിബ്യൂഷൻ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ ഇക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ വളരെ മുൻപന്തി നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് ഇന്ത്യൻ ഒറിജിനായിട്ട് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യൻ എംബസി എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഡെവലപ്മെൻറ്റാണ്. നമ്മൾ എപ്പോഴും ലീഗൽ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ ആൾക്കാർ നെതർലാൻഡ്സിലേക്കും അങ്ങനെയുള്ള കൺട്രികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പം കോൺസുലർ സർവീസസ്, അതായത് ഇപ്പം നാട്ടിലെ പല ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ പാസ്പോർട്ട്, വിസ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതുകൂടാതെ സ്റ്റുഡൻസ് ഇവിടെ വരുമ്പോഴത്തേക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഓൾറെഡി നമുക്കിപ്പോൾ ഹേഗിലും ആംസ്റ്റർഡാമിലും അതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇൻക്രീസിങ് ആയിട്ടുള്ള ഈ ഒരു പോപ്പുലേഷൻ ഇന്ത്യൻ ഒറിജിൻ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഐൻഹോവനിലും ഒരു പുതിയ സെൻറ്റർ മൂന്നാമത് തുടങ്ങാൻ പോവുകയാണ്. അതുകൂടാതെ നമ്മൾ സമയം അനുവദിക്കുന്ന തരത്തിൽ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ പല ചെറിയ
ടൗണുകളിൽ പോയി ഇന്ത്യക്കാരുടെ നമ്പർ അനുസരിച്ച് അവിടെ നമ്മൾ കോൺസുലർ ക്യാമ്പ് എന്നുള്ള രീതിയിൽ നടത്താറുണ്ട്. അപ്പം ആൾക്കാർ നമ്മുടെ ഓഫീസ് അങ്ങോട്ട് പോവുകയാണ്, അവിടെ ചെന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ ഡോർ സ്റ്റെപ്പിൽ സർവീസസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ നമ്മളുടെ ഇൻ്റർലൊക്യൂട്ടേഴ്സ്, ഇപ്പോൾ ഡച്ച് ലോക്കൽ ഗവൺമെൻറ് ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ്, കമ്പനീസ് ഒക്കെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെപ്പോഴും അവരുടെ അടുത്ത് ചോദിക്കും. അവരും അറിയാൻ വളരെ താല്പര്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ കൾച്ചർ, അങ്ങനെയുള്ള അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം നമ്മളുടേതായ രീതിയിൽ അവിടെയുള്ള ലോക്കൽ ആൾക്കാർക്ക്, ഇപ്പോൾ ലോക്കൽ ഡച്ചായിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ കൾച്ചറും ഈ കൂടെ വന്ന് താമസിക്കുന്ന ആൾക്കാർ ആരാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടേതായ രീതിയിൽ പരിപാടികളും, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിംസോ, ഇന്ത്യൻ കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇന്ത്യൻ ക്യുസീൻ, അങ്ങനെയുള്ള ഇന്ത്യ ഡേ ഫോർ എക്സാമ്പിൾ ഐന്തോമിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം നടത്തുകയുണ്ടായി. അപ്പം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സവിശേഷത, അതിൽ പലതരത്തിലുള്ള സവിശേഷതകൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ശ്രമങ്ങളും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ കൾച്ചറൽ എക്സ്ചേഞ്ചിന് ഒരുപക്ഷേ യാത്ര ഒരു വളരെ പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുമ്പോൾ കേട്ടുവരുന്ന ഒരു പ്രധാന കൺസേൺ എന്ന് പറയുന്നത് ഈ 90 days ഓർ മോർ ഈ വിസയ്ക്ക് വേണ്ടി വരുന്ന ഒരു കാലദൈർഘ്യം ഇവിടുന്ന് നെതർലാൻഡ്സിൽ നിന്ന്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൺസേൺ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ എന്തൊക്കെയാണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ? അതെ, തീർച്ചയായിട്ടും ഒരു കൺസേൺ ആണിത്. നമ്മളുടെ പ്രൊഫഷണൽസ് ഇവിടെ വരുമ്പോൾ അവർ ഫാമിലിയായിട്ട് വരുന്നു. മിക്കവാറും കേസസിൽ അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് ചെറിയ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ടഫായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം ആ രീതിയിൽ നമ്മളുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിലുണ്ട്. ഡൊമസ്റ്റിക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി നമ്മൾ ആ ഒരു എക്കോസിസ്റ്റത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരെയും ഇതൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവരിൽ ഒരു മകനോ മകളോ അല്ലെങ്കിൽ രണ്ടുപേരോ അവരിൽ രണ്ടുപേരും പുറത്തോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, മാതാപിതാക്കൾ പലപ്പോഴും ഒറ്റയ്ക്കാണ് നാട്ടിൽ. അപ്പം അവരെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ നമുക്കൊരു ഫാമിലി ഡ്യൂട്ടി എന്നുള്ള രീതിയിലുള്ള കാര്യമാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ വിസ റെഗുലേഷൻസ്, അല്ലെങ്കിൽ നെതർലാൻഡ്സിൻ്റെ വിസ റെഗുലേഷൻസ്, അല്ലെങ്കിൽ പൊതുവിൽ യൂറോപ്യൻ യൂണിയൻ്റെ വിസ റെഗുലേഷൻസ് നിലവിലത്തെ ഇതിൽ അത് അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ അത് നമ്മൾ ഡച്ച് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ തലത്തിൽ അവരെ നമ്മുടെ ഇൻ്റർലൊക്യൂട്ടേഴ്സിൻ്റെ അടുത്ത് ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കും അത് പതിയെ അത് മനസ്സിലായി വരുന്നുണ്ട്. ഇതിൻ്റെ ജെനുവിനിറ്റി, നമ്മുടെ ഈ കൺസേണിൻ്റെ ജെനുവിനിറ്റി എന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു അൺറീസണബിൾ ആയിട്ടുള്ള ഒരു ആസ്ക് അല്ല എന്നുള്ളതാണ്. തീർച്ചയായും അതിനൊരു റെസൊല്യൂഷൻ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. കാര്യം നിരവധി ആൾക്കാർ ഇതേപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, അപ്പം ട്രാവലിനെ പറ്റി പറഞ്ഞു, ടൂറിസമാണ് ഒരു പക്ഷേ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പം ആയുർവേദ, യോഗ പോലുള്ള കാര്യങ്ങൾ തുടങ്ങി ഏറ്റവും കൂടുതൽ ബീച്ചുകളും ഒക്കെയുള്ള ആ ഒരു ലഷ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം കേരളം. ആ കേരളത്തിലേക്ക് ടൂറിസം പ്രമോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിരവധി ആർട്ട് റിലേറ്റഡും അല്ലാത്ത ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ടീയും റൈസും ഒക്കെ ഒത്തിരി ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ സ്റ്റോളുകളൊക്കെ. അപ്പം കേരളത്തിന് ടൂറിസത്തിനെ എംഫസൈസ് ചെയ്തിട്ട് എംബസിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്? അതെ, നമ്മൾ ടൂറിസം ഓഫ് കോഴ്സ് ഡച്ചുകാർ പ്രധാനമായിട്ട് വളരെയധികം ട്രാവൽ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ്. യൂറോപ്പിൽ തന്നെ എനിക്ക് തോന്നുന്ന പെർ ക്യാപിറ്റ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഒരു വർഷത്തിൽ യൂറോപ്പിന് അല്ലെങ്കിൽ നെതർലാൻഡ്സിന് വെളിയിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഡച്ചുകാർ. അപ്പം അങ്ങനെയുള്ള വളരെ ട്രാവൽ ചെയ്യാൻ എന്താ പറയുക, വളരെ ആഗ്രഹമുള്ള, വളരെ റെഡി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് നെതർലാൻഡ്സിലുള്ളത്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ ഫോർ ടൂറിസം
വളരെ കൂടുതലാണ് ഇവിടെ. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇവരുടെ ടൂറിസം ഫെയറുകളിൽ അല്ലെങ്കിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ അതേപോലെ നമ്മുടെ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ബെസ്റ്റ് അംബാസിഡേഴ്സ് ഫോർ ഇന്ത്യൻ ടൂറിസം ആർ ഇന്ത്യൻ ഒറിജിൻ പീപ്പിൾ. അപ്പം ഓരോരുത്തരും ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 5 പേര് ഒരു വർഷം ഇൻസ്പയർ ചെയ്യാണ്. നമ്മൾ ഇന്ത്യയിൽ പോവുക, ഇന്ത്യയിൽ നമ്മൾ എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥലങ്ങളെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എല്ലാവർക്കും നമുക്ക് നമ്മുടെ സ്ഥലങ്ങളെപ്പറ്റി പറയാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കേൾക്കുമ്പം തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡച്ചുകാരാണെങ്കിലോ അല്ലെങ്കിൽ അതർ എക്സ്പാറ്റ്സ് അവരുടെ അടുത്ത് പറയാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കാനും സാധിക്കും. അപ്പം ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഒരു തരത്തിൽ ഒരു പരിധിയുണ്ട്. നമുക്ക് ഈ റീച്ച് ചെയ്യാൻ പറ്റുന്ന പേഴ്സണലി റീച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ നമ്പർ വളരെ താരതമ്യേന കുറവാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എൻകറേജ് ചെയ്യുകയാണ് ആ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എംബസിക്ക് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സംഭവമല്ല, അതിന് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും. മലയാളിയായ സുരേഷ് ഗോപിയോട് ഇപ്പം ടൂറിസത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള സ്ഥിതിക്ക് അതിന് വേണ്ട എല്ലാ ഹെൽപ്പും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അപ്പം ലാസ്റ്റിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യൻ സമൂഹം നേരിടുന്ന അല്ലെങ്കിൽ ആസ് എ ഡയസ്പോറ ചാലഞ്ചസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് എംബസി വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നു നെതർലൻഡ്സ് ഇന്ത്യ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചരിത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ബയലാറ്ററൽ റിലേഷൻസിലെ ഏറ്റവും ഉയർന്ന നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പം പൊളിറ്റിക്കലായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ട്രേഡ് ആയിട്ടാണെങ്കിലോ കൾച്ചറലി എല്ലാം ബന്ധങ്ങളും വളരെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലാസ്റ്റ് ഇയർ നമ്മളെ പ്രധാനമന്ത്രിമാർ, ഇവിടുത്തെ നെതർലൻഡ്സിലെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയും അവർ കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിൽ. അതേപോലെ തന്നെ വേറെ പല മൾട്ടിലാറ്ററൽ മീറ്റിങ്സിൻ്റെ സൈഡ് ലൈൻസിൽ അവർ റെഗുലറായിട്ടും അല്ലെങ്കിൽ ടെലിഫോണിക്കലി ഒക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എന്താണ് പരസ്പരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള രീതിയിൽ ആശയങ്ങൾ കൈമാറുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലി ഒരു നല്ല അലൈൻഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ്. ആ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഇക്കണോമിക് ഫീൽഡിലായിരിക്കാം, അല്ലെങ്കിൽ അക്കാഡമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീൽഡിലായിരിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഫീൽഡിലായിരിക്കാം, അഗ്രികൾച്ചർ, വാട്ടർ, ഹെൽത്ത്, ഇതെല്ലാം ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് പ്രസൻറ്റ് ചെയ്യുന്ന ഏരിയാസാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പാണ് ഇതിൻ്റെ ഈ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 100% സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 40% അല്ലെങ്കിൽ ഒരു 40% മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള നമ്പർ നിലവിൽ നമുക്ക് താരതമ്യേന കുറവാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഒറിജിൻ കമ്മ്യൂണിറ്റിയുടെ റെലവൻസ് വരുന്നത്. ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒട്ടനവധി ആൾക്കാർ ഇവിടുത്തെ 15 വർഷവും അല്ലെങ്കിൽ 20 വർഷവും ഒക്കെ താമസിച്ച് പരിചയമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കാര്യങ്ങൾ അറിയാം, നെതർലൻഡ്സിൻ്റെ കാര്യങ്ങൾ അറിയാം, ഇന്ത്യയുടെ കാര്യം ഉറപ്പായിട്ടും അറിയാം, കാരണം അവർ ഇന്ത്യയിൽ വരുന്നവരാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഇപ്പം അഗ്രികൾച്ചറിലാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ടെക്നോളജിയിൽ നെതർലൻഡ്സ്. വാട്ടർ മാനേജ്മെൻറ്റ് അഗെയിൻ. അപ്പോൾ ഈ രീതികളൊക്കെ നമുക്കറിയാം. ഇപ്പം ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാം. അപ്പം നമ്മളത് വേണ്ട രീതിയിൽ വേണ്ട സ്ഥലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇന്ത്യയിൽ. അപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി മ്യൂച്വലി ബെനഫിഷ്യലായിട്ടുള്ള ഒത്തിരി സാധ്യതകൾ നിലനിൽക്കുകയാണ്. അതിൽ ഇന്ത്യൻ ഒറിജിൻ കമ്മ്യൂണിറ്റിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. തീർച്ചയായിട്ടും. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇവിടുത്തെ മാർക്ക് റുട്ടെയും തമ്മിൽ മീറ്റ് ചെയ്ത സമയത്ത് അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നത് നെതർലാൻഡ്സ് ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള കോറിഡോർ ആണ് എന്നാണ്.
അപ്പോൾ അങ്ങനെ തന്നെ ഉള്ള ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് കാണുന്നത്. എംബസിക്കും തീർച്ചയായും അതിനകത്ത് വലിയൊരു റോളുണ്ട്. തീർച്ചയായും അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കും അംബാസഡർ ഇൻചാർജ് നിലയിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നേരുകയാണ്. ഏതായാലും വളരെ നന്ദി ഈ ഓണ ആഘോഷത്തിനിടയ്ക്കും സമയം കണ്ടെത്തി ഞങ്ങളോട് സംവദിച്ചതിന്. താങ്ക് യു വെരി മച്ച്. വിഷ് എവ്രിവൺ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം. ക്യാമറാമാൻ മിഥുൻ ഹരിഹറിനൊപ്പം നെതർലാൻഡ്സിലെ ഹാർലമമീറിൽ നിന്നും രതീഷ് വേണുഗോപാൽ, തത്വമേ ന്യൂസ് ആൻഡ് TV നെറ്റ്വർക്ക്സ്.